ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കായ്പോളയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഏത്തപ്പഴം, മുട്ട, നെയ്യ്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, കറുത്ത മുന്തിരി, മൈദ, പഞ്ചസാര. ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കൂട്ടി ഓവനിൽ വെച്ചാണ് ശരിയാക്കിയെടുക്കുന്നത്. ഓവനില്ലാത്തവർക്ക് ആവിയിലും വേവിച്ചെടുക്കാവുന്ന ഒരു കൈപ്പോളയാണിത്. പിന്നെ ആവി കൂടാതെ കുക്കറിനകത്ത് നമുക്കിത് ശരിയാക്കിയെടുക്കാൻ പറ്റും. കുക്കറിനകത്ത് എന്തെങ്കിലും ഒരു അടിയിലൊരു തട്ട എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ച് കുക്കർ ലോക്ക് ചെയ്യുക, ടോപ്പിടാതെ ഇരുന്നാൽ മതി. അപ്പോൾ അതേപോലെയും ശരിയാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കൂട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി ഒരു പാത്രം എടുത്ത് വയ്ക്കുക. പഞ്ചസാര 1 കപ്പ് പഞ്ചസാരയാണ്. 1 കപ്പ് മൈദ, 4 മുട്ട. ഈ മുട്ട നമുക്ക് ഇതിലേക്ക് കുത്തിവയ്ക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഈ കറുത്ത മുന്തിരി ഇടാം. ഇത് 50 ഗ്രാം കറുത്ത മുന്തിരിയാണ്. അണ്ടിപ്പരിപ്പ്, ഇത് 50 ഗ്രാം അണ്ടിപ്പരിപ്പും 50 ഗ്രാം കിസ്മിസും, അതിൽ പകുതി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത് 75 ഗ്രാം നെയ്യാണ്. 75 ഗ്രാം നെയ്യിൽ പകുതി നമുക്കതിൽ ചേർക്കാം. ഒരു നുള്ളു ഉപ്പ്, അധികം വേണ്ട, വളരെ കുറച്ച് മതി. ഉപ്പിൻ്റെ ആവശ്യമില്ല, മധുരമുള്ള ഇതാണ്, അപ്പോൾ വളരെ കുറച്ച്. ഇനി നമുക്ക് ഈ ഏത്തക്ക ഉണ്ട് കളഞ്ഞിട്ട് ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കാം. ഇതുപോലെ തുണ്ടമായി ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഏത്തക്ക, പിന്നെ കണ്ണങ്കായും ചേർക്കാം അതിനകത്ത്. ഏത്തക്ക അല്ലെങ്കിൽ വീട്ടിൽ കണ്ണങ്കായുകളുണ്ട്, കണ്ണങ്കായക്ക് അത് ചേർക്കാം. ഞാലിപ്പൂവൻ ചേർക്കാം. പിന്നെ ഫ്രൂട്ട് ഐറ്റംസ്, ഇതിൽ വേവാൻ പറ്റുന്ന ഫ്രൂട്ട് ഐറ്റംസുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇതിന് വേണ്ടി 2 പഴമാണ്. ഈ 2 പഴം ഏതാണ്ട് ഒരു 250-300 ഗ്രാം ഉണ്ടാവും. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ശരിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കായ്പോളയാണ്. ഇനി നമുക്കിത് നന്നായി ഒന്ന് കൂട്ടിയെടുക്കാം. ഇതിനകത്ത് വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല. മുട്ടയുടെ ആ വെള്ളയിലാണ് ഇത് നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്താൽ ഇത് പതിഞ്ഞ് ശരിയായി വരും. ഇത് ഓവൺ ഒരു 250 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഓവനിൽ വെച്ചിട്ട് 15 മിനിറ്റ് വേവിക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഓവൻ തുറന്നിട്ട് ഓഫ് ചെയ്ത് ഓവൻ തുറന്നിട്ട് ഒരു ചെറിയ കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ ഒന്ന് കുത്തി നോക്കണം. കുത്തി നോക്കുമ്പോൾ അതിൽ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ വെന്തറുണ്ട്, പിന്നെ നമ്മൾ വേവിക്കേണ്ട കാര്യമില്ല. മാക്സിമം 15 മിനിറ്റാണ് എൻ്റെ കണക്ക്. നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ഫ്രൈ പാനിലേക്ക് ഒഴിക്കാം. അതിന് മുമ്പായിട്ട് ഒരിത്തിരി നെയ്യ് ഇതിനകത്ത് വെട്ടിട്ടുണ്ട്. ഒരല്പം നെയ്യ് നമ്മൾ ഇതിനകത്ത് ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്. എങ്കിലും പെട്ടെന്ന് വിട്ടുപോരാനായിട്ടാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിക്കാം. വളരെ നല്ല സാധനമാണ് ഇത്. എല്ലാ സാധനങ്ങളും നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. പഴം, കറുത്ത മുന്തിരി, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, നെയ്യ്, മൈദ, മുട്ട. ഇത് നമുക്കൊന്ന് പതിയെ ഒന്ന് ഇതായി കൊടുക്കണം. അപ്പോൾ ഇത് നമുക്കിനി ഈ ഓവനിൽ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ല 250 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നേരത്തെ ചൂടാക്കി ഇടേണ്ടതുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 15 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി. 15 മിനിറ്റ് കഴിയുമ്പോൾ റെഡി ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഈ ഓവനിലേക്ക് വയ്ക്കാം. ഓക്കെ, ഇനി 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
നമ്മുടെ കൈപ്പോള റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഓവനിൽ നിന്നെടുത്ത് വെന്തോന്ന് നോക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് നിങ്ങളുടെ സൗകര്യം പോലെ കട്ട് ചെയ്യാം. ഇതേപോലെ കട്ട് ചെയ്യാം. ഇങ്ങനെ നമ്മൾ കോണായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. പിന്നെ ലെവലിൽ നേരെ കട്ട് ചെയ്യാം. അത് നിങ്ങളുടെ സൗകര്യത്തിന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കൈപ്പോള റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഉണ്ടാക്കും.